ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2023 നടന്നിട്ടുള്ള BBAയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാണ്, എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അതിൽ പറയാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒരിക്കൽ 2 മാർക്ക് വെച്ചിട്ടാണ് സീലിംഗ്. മാക്സിമം മാർക്ക് വരുന്നത് എത്രയാണ് വരുന്നത്? 25 വരുന്നത്. അപ്പൊ നമുക്കൊരു 13 ക്വസ്റ്റ്യൻ എഴുതിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാർക്ക് കിട്ടും. പക്ഷെ ഒരിക്കലും അവിടെ നിർത്തേണ്ട. 15 ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണമെന്നില്ല, ഫുൾ മാർക്ക് നമുക്ക് നേടണം എന്ന് ഉറപ്പില്ല. അപ്പോൾ ആരാണോ പേപ്പർ നോക്കുന്ന അവരുടെയൊക്കെ ഒരു രീതി അനുസരിച്ചിരിക്കും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആദ്യത്തെ സെക്ഷനിൽ ആൻസർ ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനും സീലിംഗ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ സെക്ഷനിലും എന്ത് ചെയ്യുക? എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ essay പാർട്ടാണ്. ആ സെക്ഷൻ എന്ന് പറയുന്നത് അവിടെ സീലിംഗ് ഇല്ല. നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. വാട്ട് ഈസ് മെൻ ബൈ ആൻ അക്കൗണ്ടിങ് ഓർ ഫൈനാൻഷ്യൽ ഇയർ? അക്കൗണ്ടിങ് ഓർ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അക്കൗണ്ടിങ് പീരീഡ്. ഒരു പീരീഡിന്റെ അവസാനം നമ്മൾ എല്ലാ ഫൈനാൻഷ്യൽ രേഖകളും തയ്യാറാക്കാം. അപ്പോൾ ആ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു റെഗുലർ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ഫൈനാൻഷ്യൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ഇയർ ആണ്. 1 ഇയറിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തെയാണ് അക്കൗണ്ടിങ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. വാട്ട് ഡു യു മെൻ ബൈ ദ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി? കൺവെൻഷൻ ഓർ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൺവെൻഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ പീരീഡിലും നമ്മൾ ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. ഒരു സ്റ്റോക്കാണ്, ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഒന്നിലധികം മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാതെ ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ റിസൾട്ട് എന്താവുള്ളൂ? അക്യുറേറ്റും റിലയബിളും ആയിരിക്കുള്ളൂ എന്ന് പറയുന്ന മെത്തേഡാണ് കൺവെൻഷൻ ഓർ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് യു മെൻ ബൈ ഗെയിനിങ് റേഷ്യോ ഓർ സാക്രിഫൈസിങ് ആൻഡ് സാക്രിഫൈസ് റേഷ്യോ? സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് പഴയ പാർട്ട്ണർ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ ഷെയറിന്റെ ഒരു ഭാഗം സഫർ ചെയ്യേണ്ടി വരും. അതാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പാർട്ട്നേഴ്സിന് നിലവിലുള്ള പാർട്ട്നേഴ്സ്, റിമൈനിങ് പാർട്ട്നേഴ്സിൽ നിന്ന് കിട്ടുന്ന ഷെയർ, അതാണ് എന്ത് പറയുന്നത്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? എല്ലാ അക്കൗണ്ടിങ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കും. അവർക്ക് കൃത്യമായിട്ട് ട്രയൽ ബാലൻസ്, ലെഡ്ജറും എല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ ബ്രാഞ്ച് ബുക്സിൽ ഒരു there will be head of accounts and in the books of head office there will be branch accounts. Then അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് does not confine its trading to goods sent by the head office and there is no need for the branch to remit all cash. എല്ലാതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രാഞ്ച് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 4 എഴുതിയിട്ടുണ്ട്. അതിലേതെങ്കിലും 2 നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ദെൻ വാട്ട് യു മെൻ ബൈ റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഡിബഞ്ചേഴ്സ്? റെഡീം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെഡീം ചെയ്യുക എന്ന് പറയാം. ഈ റെഡീം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു കൊടുക്കാത്തത്. അതാണ് ഇറെഡീമബിൾ എന്ന് പറയുന്നത്. ലൈഫ് ടൈം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. ദെൻ വാട്ട് യു മെൻ ബൈ ഓവർ സബ്സ്ക്രിപ്ഷൻ? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഒരു എക്സാമ്പിളിലൂടെ പറയാം, 10,000 ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷേ 15,000 ഷെയറിന് അപേക്ഷ വന്നു. അപ്പൊ എക്സ്ട്രാ വന്നതാണ് എന്ത് പറയുന്നത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. 2 രീതിയിൽ ചെയ്യാറുണ്ട്. എക്സ്ട്രാ വന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ട് അതിന്റെ ക്യാഷ് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നിലവിലുള്ള ആരെങ്കിലും ആണ് കൂടുതൽ ഷെയറിന് അപേക്ഷിച്ച് വെച്ചാൽ
അയാളുടെ ആ എക്സ്ട്രാ ഉള്ള പൈസ എന്ത് ചെയ്യും, അയാളുടെ അലോട്ട്മെന്റ് മണിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ വാട്ട് ഈസ് മെൻ ബൈ പോസ്റ്റിംഗ്? പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി ഷെയർ അഡീഷണൽ ആയിട്ട് ഷെയർ ഇറക്കുമ്പോൾ അത് ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അതിന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു അവകാശത്തെയാണ് ആ ഒരു കിട്ടാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അവരുടെ പ്രിവിലേജ്, അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 4 യൂസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ ഏതെങ്കിലും 4 യൂസേഴ്സ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു, ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആവശ്യമായ വിവരങ്ങൾ കൊടുക്കുന്നു, മാനേജ്മെന്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നു. ദെൻ എന്താ പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റ്, ആ ഒരു ലീഗൽ എഗ്രിമെന്റിനെയാണ് എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിൽ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ആണ്, പിന്നെ അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓബ്ലിഗേഷൻസ്, അഡ്മിഷൻ, ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, നിലവിലുള്ളവരാരെങ്കിലും റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്ന കരാറാണ് എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. വാട്ട് യു മെൻ ബൈ എ ഷെയർ ആൻഡ് ഷെയർ ക്യാപിറ്റൽ? ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ മൂലധനത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. ആ ഷെയറുകളെല്ലാം കൂടി ചേർന്ന് അതിലൂടെ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ, ഇതിന്റെ ആ ടോട്ടൽ ഉണ്ടല്ലോ, ആ ടോട്ടലാണ് എന്ത് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് എല്ലാവരും ഒരു കോമൺ ബേസ് ഫോളോ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് അക്കൗണ്ടിങ് റൂൾസ്, പ്രിൻസിപ്പിൾസ്, അതിനെയാണ് എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Then why balance sheet is also called a position statement? ബാലൻസ് ഷീറ്റിനെ എന്തുകൊണ്ട് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു? ബാലൻസ് ഷീറ്റിനെ എന്തുകൊണ്ടാണ് പൊസിഷൻ, ഒരു പ്രത്യേക ഡേറ്റിലുള്ള ഡേറ്റ മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അന്നത്തെ അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ എത്ര, അതിനപ്പുറത്തേക്ക് അതിനെന്തില്ല, പ്രാധാന്യം ഇല്ല. അപ്പൊ ആ ഒരൊറ്റ ഇതായതുകൊണ്ടാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെന്റ് എന്നും പറയൂ കേട്ടോ. ലിസ്റ്റ് ഔട്ട് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസും സെയിലും തമ്മിൽ. ഹയർ പർച്ചേസിൽ ഓൺഷിപ്പ് എന്ത് ചെയ്യും, സെയിലാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. ഹയർ പർച്ചേസിൽ ഓൺഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, ലാസ്റ്റ് ആ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റും കൂടി അടച്ചു കഴിഞ്ഞിട്ട് ഓൺഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സെയിലാണെങ്കിൽ ലംസം എമൗണ്ട്, ഒറ്റ സിംഗിൾ എമൗണ്ട് ആയിട്ട് ക്യാഷ് നമ്മൾ കൊടുത്തിരിക്കണം. ഹയർ പർച്ചേസിലാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അടുത്തത് വാട്ട് യു മെൻ ബൈ ഗുഡ്വിൽ? എന്താ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ സൽപ്പേര്, റെപ്യൂട്ടേഷനെയാണ് എന്ത് പറയുന്നത്, ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നിലവിലുള്ള റിയൽ വാല്യൂ ഉണ്ടല്ലോ, നെറ്റ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് എന്ത് പറയുന്നത്, ഗുഡ്വിൽ എന്ന് പറയുന്നത്. പോർഷൻ ഓഫ് ദി പർച്ചേസ് പ്രൈസ് ദാറ്റ് ഈസ് ഹയർ ദാൻ ദി സം ഓഫ് ദി നെറ്റ് ഫെയർ വാല്യൂ ഓഫ് ദി ഓൾ അസറ്റ്സ്. ദെൻ അടുത്തത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ളത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം വരും, തിയറിയും വരും കേട്ടോ. അതിൽ പാർട്ട്ണർഷിപ്പിൽ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷനും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഓക്കെ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. ഇവർ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണ്. എ എന്ത് ചെയ്തു, 1/20th ഓഫ് ഹി ഷെയർ. ബി സറണ്ടർ ചെയ്ത് 1/24th ഓഫ് ഷെയർ. പുതിയൊരു പാർട്ട്ണർ വരികയാണ് കമ്പനിക്ക്. അപ്പോൾ ഒരാൾ 1/20 അവരുടെ ഷെയറിന്റെ 1/20 പോർഷൻ ആർക്ക് കൊടുത്തു, സിക്ക് കൊടുത്തു. ബി എത്രയാണ് കൊടുക്കുന്നത്, 1/24. ഇത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എയുടെ ഷെയർ എത്രയുണ്ട്, 5:3 എന്ന് പറഞ്ഞാൽ 2 കൂടി കൂട്ടിയാൽ 8. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആള്, അപ്പോൾ 5/8 അല്ലെ. എ സറണ്ടർ എത്രയാണ് ചെയ്യുന്നത്, ഈ 5/8ന്റെ 1/20 ആണ് കൊടുക്കുന്നത്. അപ്പൊ എത്രയാണ് കൊടുക്കുന്നത്, 1/32 അല്ലേ. അപ്പൊ എക്ക് ഇനി എത്ര ഉണ്ടായിരിക്കും, നിലവിൽ എക്ക് എത്രയുള്ളത്, 5/8. അതിൽ നിന്ന് എത്ര പോകും, 1/32 പോകും. അപ്പോൾ 5/8 - 1/32 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം
ഒന്ന് 8ഉം ഒന്ന് 32 ആണ്. അപ്പൊ ഇതിനെ 32 ആക്കുക. എത്രയാ? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 ഭാഗവും 4 കൊണ്ട് ഗുണിക്കുക കേട്ടോ. 84 30. ഓക്കെ, 4 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ എന്താ പറയാ, ഡിനോമിനേറ്റർ ഛേദം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഈക്വൽ ആയിരിക്കണം. ഇവിടെ 32 ഇവിടെ 8 വന്നാൽ അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് കോമൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്തത്. ഇനി ബിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 3/8. ഈ 3/8 ആണ്. അതിന്ന് എത്ര ഷെയറാണ് കൊടുക്കുന്നത്? 1/24 പോർഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് എത്ര ഉണ്ടെന്ന് നോക്കുക. 1/64 ആണ് ഉള്ളത്. അപ്പൊ ഇയാൾക്ക് എത്ര ഇനി ബാക്കി ഉണ്ടാവുള്ളൂ? ഇയാൾക്ക് മൊത്തം 3/8 ആണ്. അതിൽ നിന്ന് എത്ര പോകും? 1/64 പോകും ബാക്കിയത്. അപ്പൊ സിക്ക് ഇപ്പൊ എത്ര കിട്ടും? എയുടെ അടുത്തുനിന്ന് എത്ര കിട്ടി? 1/32 കിട്ടി. ബിയുടെ അടുത്തുനിന്ന് എത്ര കിട്ടി? 1/64 കിട്ടി. ഇവിടെ ഈ പറഞ്ഞ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക. 32ന്റെ ഇരട്ടിയല്ലേ 64 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഇൻറ്റു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 2 + 1/64 വരും. 3/64 വരും. അപ്പൊ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 19/32, 23/64, 3/64. ഇത് മാത്രം 32 ആണ് വരുന്നത്. അപ്പൊ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്തായും? ഇത് 64 ആവും അല്ലെ? അപ്പൊ 38.23, 38:23:3. ഓക്കെ, ഇനി ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്തത്, Tamim and Binu had a firm in which they had invested ₹50,000. ഇവർ രണ്ടുപേർക്കും കൂടി ഒരു ഫേം ഉണ്ടായിരുന്നു. 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഓൺ ആൻ ആവറേജ് ദ പ്രോഫിറ്റ്സ് 18,000 ആയിരുന്നു പ്രോഫിറ്റ്. ശരാശരി ലാഭം എന്ന് പറയുന്നത് 18,000 ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ആ ഒരു തരത്തിലുള്ള ബിസിനസ് ചെയ്ത അവിടുത്തെ ആ ഇൻഡസ്ട്രിയിലുള്ള റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 15% ആണ്. ഗുഡ് വിൽ 4 years പർച്ചേസ് ഓഫ് പ്രോഫിറ്റ്സിന്റെ ഇതിലാണ് നമ്മൾ കാണുന്നത്. ഇൻ എക്സസ് ഓഫ് പ്രോഫിറ്റ്സ് അറ്റ് 15% ഓൺ ദി മണി ഇൻവെസ്റ്റഡ്. അപ്പോൾ വാല്യൂ ഓഫ് ഗുഡ് വിൽ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. അപ്പൊ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താം അല്ലേ? നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? ക്യാപിറ്റൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 50,000 ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15% ആണ്. സോ 7,500 ആണ് നോർമൽ കിട്ടുക. ആക്ച്വൽ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്നാ പറഞ്ഞിട്ടുള്ളത്? 18,000 ആണ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താണ്? ഈ ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്താൽ മതി? ലെസ് ചെയ്താൽ അല്ലേ? ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് നമുക്ക് തന്നിട്ടുള്ള 4 ആണ്. സോ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഇൻറ്റു 4. ഓക്കെ, ഗിവ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഫോർ ദി ഫോളോയിങ്. താഴെ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് സാലറി, റെന്റ് റിസീവ്ഡ്, പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇതിനൊക്കെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എഴുതാനാണ്. ഇപ്പൊ സാലറിന്റെ കാര്യത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി വന്നാൽ എന്താ വരിക? ലാബിലിറ്റി അല്ലേ? അപ്പോൾ ലാബിലിറ്റി ആയതുകൊണ്ട് സാലറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അതേപോലെ റെന്റിന് അൺഏൺഡ് റെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് റെന്റ്. ഇപ്പൊ റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അൺഏൺഡ് റെന്റ്. ദെൻ പ്രൊവിഷനിലോട്ട് ചാർജ് ചെയ്യാനാണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 8,800. P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഡിപ്രീസിയേഷൻ ടു മെഷീനറി. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് വന്നിട്ടുണ്ട് 4,500. അക്രൂഡ് ഇൻട്രസ്റ്റ് അസറ്റ് ആണ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. Then Renu purchased 4 cars of ₹15,000. Each on hire purchase system. The hire purchase price for 4 കാറാണ് ഉള്ളത്. 4 കാറിനും കൂടി 80,000 ആണ്. 20,000 ഡൗൺ, പിന്നെ 3 ഇൻസ്റ്റാൾമെന്റ് 20,000 വെച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 5% പെർ ആനോ ആണ്. ബയേഴ്സ് ഡിപ്രീസിയേഷൻ കാർ അറ്റ് 10% പെർ ആനോ ആണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. After having paid the down payment and the first installment, buyer could not pay the second installment. അപ്പോൾ ഇദ്ദേഹം ഡൗൺ പേയ്മെന്റ് അടച്ചു, ഫസ്റ്റ് ഇൻസ്റ്റാൾ അടച്ചു, പിന്നീട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഇത് അടയ്ക്കാൻ പറ്റില്ല. സെല്ലർ എന്ത് ചെയ്തു? 3 കാറ് എടുത്തു കൊണ്ടുപോയി
അഗ്രീഡ് വാല്യൂവിനാണ്. അത് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ്. എത്ര ഡിപ്രീസിയേഷൻ വെച്ചിട്ടാണ് അയാൾ കുറച്ചത് എടുക്കുമ്പോൾ 20% ഡിപ്രീസിയേഷനിലാണ് ഇതായിട്ടുള്ളത്. ഏത് മെത്തേഡിലാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. ഒരു കാർ എന്ത് ചെയ്തു? അവിടെ വെക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അസറ്റ് സെല്ലർ എടുത്തു കൊണ്ടുപോയ അസറ്റിന്റെ വാല്യൂ കൂടാതെ ബയറുടെ കയ്യിൽ ഇപ്പോൾ ഒരു കാറില്ലേ, മൊത്തം 4 കാറില്ലേ, അതിൽ ബയറുടെ കയ്യിലുള്ള കാറിന്റെ വിലയും കാണും. അപ്പൊ നമുക്ക് ഈ സെല്ലറുടെ അടുത്തുള്ള മൊത്തം ഇയാൾ 4 കാർ ആദ്യം ഹയർ പർച്ചേസിന് കൊടുത്തു, അടയ്ക്കാത്ത കാരണം 3 കണ്ട് എടുത്തു തുടങ്ങും. അപ്പൊ അതിന്റെ വില കാണാൻ ഒന്നിന് 15 പറഞ്ഞു. അങ്ങനെ 45,000. ഡിപ്രീസിയേഷൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണെന്നാ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഈച്ച് ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ 10% വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ 9,000 വന്നു. പിന്നെ സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ ഏതാണ് വന്നിട്ടുള്ളത്? 7,200 വന്നിട്ടുണ്ട്. ഏത് മെത്തേഡാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ മൊത്തം ഡിപ്രീസിയേഷൻ 16,200 രൂപ. പിന്നെ അസറ്റിന്റെ വാല്യൂ എത്ര? 28. ഇനി ഒരു കാർ ഇയാളുടെ കയ്യിലില്ലേ, ബയറുടെ, അതിന് 15,000 രൂപ തന്നെ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? ഇവിടെ നിങ്ങൾ ഈ ഡിപ്രീസിയേഷൻ ഇയാൾ ഏറ്റെടുത്തതിൻ്റെയാണ് കേട്ടോ. അപ്പൊ ഏറ്റെടുക്കുമ്പോൾ എത്ര ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്? 20% ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? %20 ഡിപ്രീസിയേഷനിലാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ 9,000 വന്നിട്ടുള്ളത്. അത് ഏത് മെത്തേഡിലാണെന്ന് പറഞ്ഞു എടുക്കുന്നതിന്റെ വില? അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. അപ്പോൾ ഈ 45,000ന്റെ എത്ര പെർസെന്റ് കാണുക? 20% കാണുക. ആ 20% കണ്ടിട്ട് വേണം. അതിന്റെ മുകളിലാണ് നിങ്ങൾ എന്ത് കാണേണ്ടത്? 20% കാണുന്ന പറഞ്ഞാൽ അതാണ് 9,000 ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ 20% കാണുക. അതായത് 45,000 തിന്ന് എൻ്റെ 20% 9,000 കിട്ടും. ആ 9,000 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇയറിലേക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ അല്ല, അപ്പം ബാലൻസ് ചെയ്യണം. അപ്പൊ 36,000 കിട്ടും. 36,000ന്റെ 20%, അതാണ് 7,200 എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 16,200 കേട്ടോ. ഇനി ഇപ്പുറത്ത് വന്നിട്ട് ഇയാളുടെ അടുത്തുള്ളതൊക്കെ ഏത് മെത്തേഡ് പ്രകാരമാണ്? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ 15,000ന്റെ 10% വെച്ചിട്ട് തന്നെ 2 വർഷം കുറച്ചിട്ട് കാണും. ഓക്കെ. ദെൻ അടുത്തത് ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ക്യൂ ലിമിറ്റഡ് ഇഷ്യൂഡ് 1,12% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹100 each at a discount of 10% payable in full on application by 31st May 2021. അപ്പോൾ ഇയാൾ ഡിബഞ്ചറാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഷെയറിന്റെ ആ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ ഡിബഞ്ചർ ഈസി ആയിരിക്കും. അതുപോലെ തന്നെയാണ് അപ്ലിക്കേഷൻ എത്ര കിട്ടി? 1,20,000 എക്സസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത്രനെ ഇറക്കുന്ന ഒരു 1 lakh ഇറക്കി, പക്ഷെ 1,20,000ന്റെ അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ അലോട്ടഡ് 9 excess money was refunded on the same date. Then അടുത്തത് ഇവിടെ ഒരു അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 12% ഡിബെഞ്ചേഴ്സ് ആപ്ലിക്കേഷൻ. ഇതിലെ എക്സസ് മണിയാണ് നമുക്ക് 90 രൂപ വെച്ചിട്ട് അല്ലേ? 90 രൂപ അല്ലേ? ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 12% ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ 1,20,000 കിട്ടിയത്. ഡിസ്കൗണ്ട് ഉണ്ട് 10%. 10% എന്ന് പറയുമ്പോൾ 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപ. 10 രൂപ കുറച്ച് 90 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സസ് മണി ഉണ്ട്. എക്സസ് മണി എന്ന് പറഞ്ഞാൽ 1,00,000ത്തിന് നമ്മൾ 1,00,000 ഷെയർ ഇറക്കി 1,20,000. അപ്പൊ 20,000 ഷെയർ അല്ല, ഡിബഞ്ചർ അല്ലേ? അപ്പൊ 20,000 ഡിബഞ്ചറിന് ഉള്ള പൈസ 20,000 ഇൻറ്റു 90. 20,000 ഇൻറ്റു 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി? 18 അല്ലേ?
ഇതിൻ്റെ എമൗണ്ട് തെറ്റിപ്പോയിട്ടുണ്ട്. 1,20,000 അല്ലേ? 1,20,000 ഇൻറ്റു 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 സീറോയും കൂടി വരും. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 20,000 ഷെയർസാണ്, ഡിബഞ്ചേഴ്സ് ആണ്. അതിന് എത്ര രൂപ വെച്ചിട്ട് തന്നെയാണ് തിരിച്ചു കൊടുക്കണം? 90 റുപ്പീസ് വെച്ചിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പൊ അത് എമൗണ്ട് എഴുതി. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡിസ്കൗണ്ട് ടു 12% ഡിബഞ്ചേഴ്സ്. അതായത് അലോട്ട്മെന്റ് മണി എന്ത് ചെയ്യുന്നുണ്ട്? 1,00,000 ഷെയറിന് കിട്ടുന്നുണ്ട്. 1,00,000 ഷെയറിന് കിട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 90 ഡിബഞ്ചേഴ്സ് വേഴ്സ് അലോട്ടഡ്. മൊത്തം എത്രയുണ്ടായിരുന്നു? 100 രൂപയാണ് ഉള്ളത്. അതിൽ 10% ഡിസ്കൗണ്ട് കഴിച്ചു. ഇനി ആപ്ലിക്കേഷൻ മണീന്റെ ഇതാണ് വരുന്നത്. 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എത്രയുണ്ട്? 9,000. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 1,000 ഉണ്ട്. ദെൻ 2 ഡിബഞ്ചേഴ്സ്. അതായത് ബീങ് ദ അലോട്ട്മെന്റ് ഓഫ് 1 lakh ഡിബഞ്ചർ ഓഫ് റുപ്പി അറ്റ് എ ഡിസ്കൗണ്ട് 10% at a discount of ₹10 per ഡിബഞ്ചർ. ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് എത്രയായിരുന്നു? ഡിബഞ്ചർ 10 രൂപ വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുള്ളത്. Then അടുത്തത്, in the absence of a partnership deed, specify the rules relating to the following. ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ഇതിൻ്റെ ഒക്കെ റൂൾസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ലോസസിന് ഇത് സൈലന്റ് ആണെന്ന് വെക്കുക. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ കുറിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള. അതേപോലെ പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സിന് കുറിച്ചിട്ടും പാർട്ട്ണർഷിപ്പ് ഡീഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറില്ല. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത് സൈലന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? 6% വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. പിന്നെ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നതിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല വെച്ചാൽ പ്രത്യേകിച്ച് സാലറി ഒന്നും കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി അടുത്തത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്? ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യന് എല്ലാ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ, ഇങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ദെൻ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹെഡ് ഓഫീസ് പേസ് ഓൾ എക്സ്പെൻസസ് എക്സെപ്റ്റ് പെറ്റി എക്സ്പെൻസസ് വിച്ച് were met by the branch. All cash received by the branch was remitted to the head office daily. നമ്മൾ ബ്രാഞ്ചിന്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കിട്ടുന്ന ക്യാഷ് എല്ലാ ദിവസവും ബ്രാഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്നു. ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. സ്റ്റോക്ക്, ഓപ്പൺ സ്റ്റോക്ക്, പിന്നെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷിനെ കുറിച്ച്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അങ്ങനെ ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ട് തയ്യാറാക്കണം. ദെൻ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച്. ബ്രാഞ്ചിലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് കൊടുത്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ്. സാലറി കൊടുക്കാൻ, റെന്റ് കൊടുക്കാനുള്ളത്, പെറ്റി ക്യാഷിന്, ക്ലോസിംഗ് സ്റ്റോക്കും, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ സ്റ്റോക്കും, ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. പിന്നെ പെറ്റിന്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ എവിടെ എഴുതണം എന്നൊക്കെ നമുക്കറിയാം. ബ്രാഞ്ച് സ്റ്റോക്കിന്റെ എവിടെ എഴുതി, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഇങ്ങനെയുള്ളത്. നേരെ അപ്പുറത്തെ സൈഡിൽ എന്തും കൊടുക്കും? ക്ലോസിംഗ് ബാലൻസും കൊടുക്കുക. ഓക്കെ. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 6,000 ആണ്. പിന്നെ ബാങ്ക് വഴി നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. സാലറി കൊടുക്കാൻ, റെന്റ് കൊടുക്കാൻ, പെറ്റി ക്യാഷ് കൊടുക്കാൻ. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ ആയിട്ട് എത്ര രൂപ തന്നിട്ടുണ്ട് നമുക്ക്? അതായത് 2,000 രൂപ തന്നിട്ടുണ്ട്. ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ P&L അക്കൗണ്ടിൽ 44,200 രൂപ വരും കേട്ടോ.
ദെൻ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 15,000 ഷെയർ ആയിരുന്നു, ഒരെണ്ണത്തിന് 10 രൂപയായിരുന്നു. 11.5 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ആപ്ലിക്കേഷനിൽ 7.5 രൂപ വെച്ചിട്ട്, അലോട്ട്മെന്റ് 2 രൂപ വെച്ചിട്ട്, ഫസ്റ്റ് കോള് 2 രൂപ വെച്ചിട്ട്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള്. ദെൻ ആപ്ലിക്കേഷൻ 15,000 ഷെയർ ഇറക്കിയെങ്കിലും 18,000 ഷെയറിന് പൈസ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൽ 800 ഷെയർ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്തു. അതായത് 800 ഷെയറിന്റെ പൈസ തിരിച്ചങ്ങോട്ട് കൊടുക്കുക. ദെൻ 2,200 ഷെയർ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് അലോട്ട്മെന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് പ്രോറാറ്റ ബേസിസിൽ കൊടുത്തു അപ്ലിക്കൻസിന്. ഇനി സർപ്ലസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ 40 ഷെയർ കൈവശം വെച്ചിരുന്ന ഒരാള് എന്ത് ചെയ്തു, അയാൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് വിളിച്ച സമയത്ത് ക്യാഷ് അടയ്ക്കാൻ ഫെയിലായി. അങ്ങനെ ആ ഷെയർ ഫോർഫിറ്റായി ക്യാൻസലായി പോയി. പിന്നീട് അത് റീഇഷ്യൂ ചെയ്തു 9 രൂപയ്ക്ക്. ഇതിന്റെ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം മുതൽ എഴുതി തുടങ്ങാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. പിന്നെ അതിൽ ഷെയർ ആപ്ലിക്കേഷനിൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്ര ഷെയറിന്റെ ആണോ ഉള്ളത്, 15,000 ഷെയറിന്റെ കൊടുക്കുക. അല്ല, ഷെയർ ക്യാപിറ്റലിലേക്ക് 15,000 ഷെയറിനുള്ളത് കൊടുക്കുക. പിന്നെ ഷെയർ അലോട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എക്സസ് കിട്ടിയിട്ടുള്ള എമൗണ്ട് 16,500. കൂടാതെ ബാങ്ക് അക്കൗണ്ട് 800 ഷെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ റീഫണ്ട് എമൗണ്ടും കൊടുക്കുക. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഷെയർ അലോട്ട്മെന്റിക്ക് ക്യാഷ്. അപ്പോൾ 15,000 ഷെയറിന് 2 രൂപ വെച്ചിട്ട് 30,000. പിന്നെ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് 0.5. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ പ്രീമിയം ആയിട്ട് 15,000 ഇൻറ്റു 1.5 രൂപ ഉണ്ടായിരിക്കും. അങ്ങനെ 22,500 രൂപ. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ അലോട്ട്മെന്റ് വഴിയായിട്ട് നമുക്ക് എത്ര കിട്ടും, 13,500 രൂപയാണ് കിട്ടുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇത് ഈ 13,500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ മണി അവിടെ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, കൂടുതലായിട്ട് കിട്ടിയ ആപ്ലിക്കേഷൻ മണി. അപ്പൊ ആ എമൗണ്ട് ഈ അലോട്ട്മെന്റിലോട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഫസ്റ്റ് കോള് വിളിക്കുന്നതിൻ്റെയാണ്. 15,000 ഷെയറിന് 2 രൂപ വെച്ചിട്ട്. ദെൻ അതിന്റെ ക്യാഷ് കിട്ടുന്നത് ബാങ്ക് അക്കൗണ്ട്. ഒരാൾ ക്യാഷ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എത്ര ഷെയർ കൈവശം വെച്ച ആളാണ്, 40 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അയാളുടെ എന്താണ് കോൾസ് ഇൻ അരിയർ വന്നു, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള്. ഇനി അത് ഫോർഫിറ്റ് ചെയ്യാണ്. ആ 40 ഷെയർ ഫോർഫിറ്റ് ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ 400 രൂപ. കോൾസ് ഇൻ അരിയർ 80. ഫോർഫിറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയത് ഏതാ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഒഴിച്ച് ബാക്കിയുള്ള ക്യാഷ് കിട്ടിയില്ലേ, അപ്പോൾ ബാക്കിയുള്ള ക്യാഷ് ഫോർഫിറ്റഡ് ഷെയർസിൽ എഴുതുക. ഇനി അടുത്ത റീഇഷ്യൂ ചെയ്യുന്നതാണ്. 9 രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്, 360. അപ്പോൾ മൊത്തം എത്ര രൂപ ഉണ്ടായിരുന്നു, 400 രൂപയുടെ ആയിരുന്നു. അപ്പോൾ ബാക്കി ഫോർഫിറ്റഡ് ഷെയർസിൽ 40 രൂപ എഴുതി, ഷെയർ ക്യാപിറ്റൽ 40. ഇനി ബാക്കി ഇവിടെ 320 രൂപയിൽ 40 രൂപ പോയി. ബാക്കി ഇനി എത്രയുണ്ട്, 250 രൂപ. അത് ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് നമ്മളോട് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് തന്നിട്ടുള്ളത്. നമ്മൾ വല്ലാതെ ലെങ്തി ആയിട്ട് പോകും കേട്ടോ വീഡിയോ, അതുകൊണ്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലോസ് സ്റ്റോക്ക്, ഡിപ്രീസിയേഷൻ, ഫർദർ ബാഡപ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് P&L അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, പിന്നെ അതാണ് ഇവിടുത്തെ ഒരു ഫോർമാറ്റ് പറയുക. ഇപ്പുറത്തെ എങ്ങനെ സെയിൽസ്, ക്ലോസ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പർച്ചേസ്, അതിൽ നിന്ന് പർച്ചേസസ് റിട്ടേൺ കുറച്ചു. ഇവിടെ സെയിൽസ് എഴുതി, സെയിൽസ് റിട്ടേൺ കുറച്ചു. ക്ലോസ് സ്റ്റോക്ക് എഴുതി. ബാലൻസ് ഗ്രോസ് ലോസ് ആണ് വന്നത്, ഇപ്പുറത്ത് എഴുതി. ഈ ഗ്രോസ് ലോസ് ഇപ്പുറത്തെ സൈഡിലേക്ക് ബ്രോഡൺ ചെയ്യുക P&L അക്കൗണ്ടിലോട്ട്. പിന്നെ ബാഡപ്സും ഫർദർ ബാഡപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബാഡപ്സിനെ കുറിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ നമ്മൾ ഇതപ്പോൾ ഡെപ്റ്റേഴ്സ്. ദെൻ ഫർദർ ബാഡപ്സ് കുറച്ചു 1000 രൂപ, ബാക്കി 99,000. പിന്നെ ഇതിന്റെ പ്രൊവിഷൻ കാണണം. 99,000ന്റെ 5% ആണ്, അത് 4,950. അത് കുറച്ച് കഴിഞ്ഞ് 94,050. അതിൽ നിന്ന് 2% ഡിസ്കൗണ്ടും കുറയ്ക്കുക കേട്ടോ, അതിന്റെ 2%. അപ്പൊ ഇത്രയും കാര്യം ഇതാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എമൗണ്ട് ആക്കിയിട്ട് ഇവിടെ ഓരോന്ന് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വരിക, ബാഡപ്റ്റ് എടുക്കുക, അതിനോട് ഫർദർ ബാഡപ്റ്റ് ആഡ് ചെയ്യുക, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രേഡ് എക്സ്പെൻസ്, ഫ്രൈറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് എഴുതിയാണ്. അതിൽ റെന്റിന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് ആഡ് ചെയ്തു. ഡിപ്രീസിയേഷൻ ഉണ്ട്,
അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ 2 പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് നമ്മൾ കണ്ടത് പറഞ്ഞല്ലോ. ഇനി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ട്, കൂടാതെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. നെറ്റ് ലോസ് ആണ് നമുക്ക് വരുന്നത് 27,482 രൂപ. ഇനി ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ്സ്, മോട്ടോർ കാറിന് ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ കുറച്ച് എഴുതി, സൺഡേ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ ക്ലോസ് സ്റ്റോക്ക്. ഇവിടെ ക്യാപിറ്റൽ ലോസ് കുറച്ചു, ഡ്രോയിങ്സ് കുറച്ചു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്തുണ്ട് അതും കുറച്ചു, നെറ്റ് എമൗണ്ട്, ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വീഡിയോ ഇതൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.